നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിൽ നെന്മാറയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ക്ഷേത്രത്തിന് മുമ്പിലായി വലിയ ഒരു കുളമുണ്ട്. കുളത്തിനരികെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ആണ്ടുവിശേഷം അതിപ്രശസ്തമാണ്. നെന്മാറ വല്ലങ്കിവേല, വേലകളുടെ വേല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിപ്രശസ്തമായ ഒരു ഉത്സവമാണിത്. ഇവിടെ ദേശാധിപയായി തൃക്കൈകളിൽ ദിവ്യായുധങ്ങൾ ഏന്തിയാണ് അമ്മ പരിശോഭിക്കുന്നത്. ആ അമ്മയെ സാക്ഷി നിർത്തിയാണ് ഈ അതിപ്രശസ്തമായ ആണ്ടുവിശേഷം അരങ്ങേറുന്നത്. നമുക്ക് ഇന്ന് ഈ പ്രശസ്തമായ ദേവീക്ഷേത്രത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിനായി ഇവിടെ കുടികൊള്ളുന്ന ആ അമ്മ തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ നെന്മാറയ്ക്കടുത്ത് വല്ലങ്ങി ഗ്രാമത്തിൽ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. നെയ് കൈമാറിയ ഊര് അഥവാ നെയ് കച്ചവടം നടന്ന സ്ഥലമാണ് നെന്മാറയായത് എന്നൊരു വാദമുണ്ട്. നെൽവയലുകളാൽ സമൃദ്ധമായ ഭൂമിയായതിനാൽ നെൽമണികളുടെ അറയാണ് നെന്മാറയായത് എന്ന് വേറൊരു വാദവുമുണ്ട്. എന്തു തന്നെയായാലും പ്രകൃതി ഭംഗിയാൽ അതീവ ധന്യമായൊരു ഭൂമിയാണിത് എന്നതിൽ തർക്കമില്ല. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവീക്ഷേത്രം അതിപ്രശസ്ത ആണ്ടുവിശേഷമായ നെന്മാറ വല്ലങ്കിവേല അരങ്ങേറുന്ന ക്ഷേത്രം എന്ന നിലയിൽ അതിപ്രശസ്തമാണ്. അതിബൃഹത്തായ അതിമനോഹരമായ കുളത്തിനെ അഭിമുഖീകരിച്ചും കൊണ്ട് വടക്ക് ദർശനമായി പരിലസിക്കുന്ന ക്ഷേത്രത്തിൽ നെല്ലിക്കുളങ്ങര ഭഗവതിയായി ജഗൽ ജനനി പരിശോഭിക്കുന്നു. ഒരിക്കൽ നെല്ലിയാമ്പതി മലനിരകളിലേക്കുള്ള യാത്രാമധ്യേ തിരുവഴിയാട് മൂപ്പിൽ നായർ എന്ന ദേശപ്രമാണിയായ ഒരു ദേവീഭക്തൻ നെല്ലിക്കുളത്ത് മലയിൽ ഒരു വൃക്ഷത്തണലിൽ വിശ്രമിച്ചു. അവിടം ദേവീ ചൈതന്യമുള്ള സ്ഥലമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ ദേവീ ചൈതന്യം ആവാഹിച്ചു എന്നാണ് ഐതിഹ്യം. അദ്ദേഹം ആ ദിവ്യമായ കുടയുമായി യാത്ര തിരിച്ചു. അങ്ങനെ ഇവിടെ നെന്മാറയിൽ കോതക്കുളം എന്ന കുളത്തിനടുത്ത് ഈ കുട വെച്ച് അദ്ദേഹം കുളത്തിൽ കുളിക്കുവാനായി ഇറങ്ങി. തിരിച്ചു വന്ന് കുട എടുക്കുവാൻ നേരം കുട തിരിച്ചെടുക്കുവാൻ പറ്റാതെ വണ്ണം ഉറച്ചുപോയിരിക്കുന്നു എന്ന് മനസ്സിലായി. പിന്നീട് ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മനസ്സിലാവുന്നു, ഭഗവതി ഈ ദേശത്തിനെ അനുഗ്രഹിക്കുവാനായി, ഈ ദേശത്തിൻ്റെ സൗഭാഗ്യമായി ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന സത്യം. അങ്ങനെ കുട വെച്ച സ്ഥലത്ത് ക്ഷേത്രം പണിതു. ഇവിടം ശ്രീമൂല സ്ഥാനമായി കണക്കാക്കുന്നു. പിന്നീട് നെന്മാറ വല്ലങ്ങി ദേശക്കാരുടെ സൗകര്യാർത്ഥം ഇങ്ങോട്ടേക്ക് ദേവീ ചൈതന്യം ആവാഹിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിൽ ദിവ്യമംഗള സ്വരൂപിണിയായി ശാന്തഭാവത്തിൽ നെല്ലിക്കുളങ്ങര ഭഗവതി പരിലസിക്കുന്നു. ഗണപതി ഭഗവാനും ശ്രീധർമ്മശാസ്താവും സർപ്പദേവതമാരും ഈ ക്ഷേത്രത്തിൽ ഉപദേവതമാരായി കുടികൊള്ളുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം നെല്ലിയാമ്പതി മലനിരകളാണ് എന്നും പറയപ്പെടുന്നുണ്ട്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ നെല്ലിക്കുളങ്ങര ക്ഷേത്ര തട്ടകത്തിൽ വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന വേലകളുടെ വേല എന്ന് വിശേഷിപ്പിക്കാവുന്ന നെന്മാറ വല്ലങ്കി വേല വൈവിധ്യങ്ങളുടെ കലവറ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഈ അതിപ്രശസ്ത ആണ്ടുവിശേഷത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. അലങ്കാര പന്തലുകളുടെ വർണ്ണവൈവിധ്യങ്ങൾ, ഉത്സവത്തിൽ അരങ്ങേറുന്ന കലാരൂപങ്ങൾ, ലക്ഷണമൊത്ത ഗജവീരന്മാരുടെ എഴുന്നള്ളത്ത്, വാദ്യമേളങ്ങളുടെ നാദവിസ്മയം, പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം എന്നിങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഈ ഉത്സവത്തിന് അവകാശപ്പെടാനുണ്ട്. മീനം 1 തുടങ്ങി 20 ദിവസം നീണ്ടു നിൽക്കുന്ന വേലാഘോഷങ്ങളിലെ പ്രധാന ഉത്സവം ഭഗവതിയുടെ തിരുനാളായ മീനം 20 നടക്കുന്നത്. നെന്മാറ ദേശക്കാരും വല്ലങ്കി ദേശക്കാരും മത്സരിച്ച് ഒരുക്കങ്ങൾ നടത്തുന്ന വേലയുടെ പ്രധാന വേദി ക്ഷേത്രത്തിന് മുൻപിലുള്ള കൊയ്ത്തു കഴിഞ്ഞ വിശാലമായ പാടങ്ങളാണ്.
കുമ്മാട്ടി, കരിവേല, ആണ്ടിവേല എന്നീ നാടൻ കലകളും ഉത്സവ സമയത്ത് ഇവിടെ അരങ്ങേറുന്നു. കൂറയിടൽ ചടങ്ങോടെയാണ് നെന്മാറവേലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീടുള്ള 20 ദിവസവും കളമ്പാട്ടുണ്ട്. വനത്തിൽ വെച്ച് ദേവി ദാരികനോട് യുദ്ധം ചെയ്തതിൻ്റെയും നിഗ്രഹിച്ചതിൻ്റെയും ഒക്കെ കഥയാണ് കളമ്പാട്ടിൻ്റെ ഇതിവൃത്തം. ദാരിക വധത്തിനെ തുടർന്നുള്ള ആഘോഷങ്ങളുടെ ഓർമ്മ പുതുക്കലാണ് വേല ആഘോഷങ്ങളുടെ ഐതിഹ്യം എന്നും വിശ്വാസങ്ങളുണ്ട്. കന്യാർകളിയും 9ാം നാളിലെ വലിയ കുമ്മാട്ടിയും വേലയുടെ പ്രധാന ചടങ്ങുകളാണ്. കണ്ണകി കോവിലന്മാരുടെ കഥ പറയുന്ന ചിലപ്പതികാരത്തിനെ ആസ്പദമാക്കിയുള്ള തമിഴ് മലയാളം ഭാഷയിലാണ് കന്യാർകളിയുടെ പാട്ട് അവതരിപ്പിക്കുന്നത്. 10ാം ദിവസം കരിവേല നടക്കുന്നു. മീനം 19-ന് ആണ്ടിവേല നടക്കുന്നു. നെന്മാറവേല തുടങ്ങുന്നത് മന്നത്തുമുത്തി ക്ഷേത്രത്തിൽ നിന്നും വല്ലങ്കിവേല തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നുമാണ്. മീനം 20-ന് വാൾക്കടയൽ എന്ന ചടങ്ങോടെ നെന്മാറ ദേശത്തിൻ്റെ വേല തുടങ്ങുന്നു. വരിയോല വായന കഴിഞ്ഞ് കോലം കയറ്റി പകൽ എഴുന്നള്ളത്ത് പഞ്ചവാദ്യ അകമ്പടിയോടെ നടക്കുന്നു. വല്ലങ്കി ദേശത്ത് ഗണപതി ഹോമത്തിനും തിടമ്പ് പൂജയ്ക്കും ഈടുവെടിക്കും ശേഷമാണ് വേലാഘോഷങ്ങൾ തുടങ്ങുന്നത്. കേളി, കൊമ്പുപെറ്റ്, കുഴൽപ്പറ്റ് എന്നിവയോടെ കോലം കയറ്റി പകൽവേല എഴുന്നള്ളത്ത് തുടങ്ങും. നെന്മാറ വല്ലങ്കി വേലകൾ ഒന്നിച്ച് ചെമ്പട കൊട്ടി നെല്ലിക്കുളങ്ങര ദേവിക്ക് മുമ്പിൽ കുടമാറ്റം നടത്തുന്നു. കുടമാറ്റത്തിനു ശേഷം കാവ് കയറുകയും ആൽത്തറയിലെത്തി പ്രശസ്തമായ ആൽത്തറമേളം അരങ്ങേറുകയും ചെയ്യുന്നു. ഏകദേശം 4 മണിയോടെ ആദ്യ വെടിക്കെട്ടും പുലർച്ചെ 3 മണി മുതൽ രണ്ടാമത്തെ വെടിക്കെട്ടും നടക്കുന്നു. വെടിക്കെട്ടിനു ശേഷം പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ കാവ് കയറുന്നു. പിന്നീട് കോലമിറക്കുന്നതോടെയാണ് ഉത്സവ നാളുകൾക്ക് സമാപനമാകുന്നത്. ഇവിടുത്തെ വെടിക്കെട്ട് ഏഷ്യയിലെ ഏറ്റവും ഉച്ചത്തിലുള്ള വെടിക്കെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അനവധി കാലങ്ങളായി ചില ആചാരങ്ങളും വേലയോടനുബന്ധിച്ച് പിന്തുടരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ വേല കൂറയിടുമ്പോൾ നാടുവാഴികളായിരുന്ന വിത്തനശ്ശേരി പൂക്കോട്ടെ മന്നാടിയാരുടെ പേര് വിളിച്ചു ചൊല്ലാറുണ്ടത്രേ. വേല തുടങ്ങിയാൽ നാട്ടുകാർ ഈ ദേശം വിട്ടു പോവാൻ പാടില്ല എന്നും ഒരു നിയമമുണ്ട്. ഇങ്ങനെ പറഞ്ഞാലും തീരാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഈ ഉത്സവം ദേശത്തിൻ്റെ മഹോത്സവമായി നെന്മാറ ദേശക്കാരും വല്ലങ്കി ദേശക്കാരും ആഘോഷിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുവാനായി പല സ്ഥലങ്ങളിൽ നിന്നും അനവധി ജനങ്ങളാണ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. നെന്മാറ, വല്ലങ്കി, വിത്തനശ്ശേരി, തിരുവഴിയാട്, അയിലൂർ എന്നീ ഗ്രാമങ്ങൾ ചേർന്ന കുടകര നാടിൻ്റെ മഹോത്സവമായ നെന്മാറ വല്ലങ്കി വേല കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകളെയും ഗ്രാമീണതയുടെ വിശുദ്ധിയെയും എല്ലാത്തിലുമുപരിയായി ശക്തി ചൈതന്യത്തിൻ്റെ മഹിമയുമാണ് പങ്കുവയ്ക്കുന്നത്. അർച്ചനകൾ, പൂജകൾ, നെയ്വിളക്ക്, നിവേദ്യങ്ങൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ദേവീക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിനെ കുറിച്ച് പങ്കുവച്ച ഒട്ടുമിക്ക കാര്യങ്ങളും വാമൊഴികളായി ശ്രവിച്ചവയാണ്. ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചും പൗരാണികതയെക്കുറിച്ചുമുള്ള ആധികാരിക രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിന് നമ്മളോട് പറയുവാനുണ്ടാകാം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാലത്തിൻ്റെ ഗതിയിൽ അനവധി ബാഹ്യമായ മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തിന് വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ യാതൊരു മാറ്റങ്ങളുമില്ലാതെ അനന്തമായ കാരുണ്യമായി, വാത്സല്യമായി, ധൈര്യമായി, ഊർജമായി ജഗജ്ജനനി ഈ ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. എന്നത്തെയും എപ്പോഴത്തെയും പോലെ അതിമനോഹരമായ നയനങ്ങളിൽ നിന്നും പ്രവഹിച്ചത് ഒരമ്മയുടെ നിറഞ്ഞ വാത്സല്യം തന്നെയായിരുന്നു. ശക്തിയുടെ അനന്തസ്ഫുരണങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ജഗദീശ്വരി കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രവും പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ ഈ കൊച്ചു ഗ്രാമവും ശാന്തമായ ധന്യമായ കുറേ നിമിഷങ്ങളെയാണ് സമ്മാനിച്ചത്. തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യഭൂമി തന്നെയാണിത്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും നെല്ലിക്കുളങ്ങര അമ്മയുടെ തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. നന്മയുള്ളൊരു നെന്മാറ നാട്ടിനായി നന്മയേകും കെടാവിളക്കായി നീ വാഴുമമ്പികെ
നെല്ലിക്കുളത്തമ്മേ നിത്യവും കൈതൊഴാം നിൻ പാദപങ്കജം. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടണം, സംസാരിക്കണം. അതിനായി ഇവിടെ വാഴുന്ന ആ നെല്ലിക്കുളങ്ങര അമ്മ തന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മേ ശരണം, ദേവീ ശരണം, ജഗദംബികാ സ്മരണം, ശ്രീ മഹാദേവീ നമഃ.